ഈ ഭക്തിഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ കൃഷ്ണേന്ദ്രൻ, ഗുരുവായൂരപ്പനെ ഏറ്റവും അധികം മനസ്സിൽ കൊണ്ടു നടന്ന ഒരാളാണ്. താങ്കൾക്കത് ഏറ്റവും വ്യക്തിപരമായി അറിയുന്നതുമാണ്. സ്വർഗവാതിൽ ഏകാദശിയായിരുന്നു ഇന്നലെ. സ്വർഗവാതിൽ തുറക്കുന്ന നേരത്ത് തന്നെ വിട പറഞ്ഞു പോയി എന്നതും വല്ലാത്തൊരു കോയിൻസിഡൻസ് ആണല്ലേ? ഇപ്പം നമ്മൾ കേട്ട ഈ പാട്ട് തന്നെ ഇതാണ് ജയേട്ടൻ അവസാനമായിട്ട് പാടിയിട്ടുള്ളതെങ്കിൽ വിശ്വാസികളായിട്ടുള്ളവർക്ക് പറയാനുള്ളൊരു വാക്കാണിത്. എൻ്റെ സ്വീകരിക്കൂ, എന്നെ സ്വീകരിച്ചോളൂ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണെന്ന് പറയുന്ന ആ ഒരു വരികൾ ഇതാണ് ജയേട്ടൻ അവസാനം പാടിയിട്ടുള്ളതെങ്കിൽ അത് ഒരു മഹാഭാഗ്യമെന്നേ പറയാനുള്ളൂ. ഗുരുവായൂർ പലപ്പോഴും എൻ്റെ ഒരു ഓർമ്മ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൂടെ പൂന്താനം ഡേ, അങ്ങനെ മേൽപ്പത്തൂർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പണ്ട് അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ജയേട്ടനും ഞാനും ഒക്കെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതത്തിൽ അവിടെ പാടാൻ പോയ കാര്യങ്ങളും ഗുരുവായൂർ ഒരു 3-4 ദിവസം താമസിച്ച് ഞങ്ങളിവിടെ തൊഴാൻ പോയിരുന്ന കാര്യങ്ങളും ഒക്കെ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഭക്തിഗാനങ്ങൾ എന്നുള്ളതിനേക്കാൾ ജയേട്ടൻ്റെ പാട്ടുകൾ എന്ന് പറയായിരിക്കില്ലേ നല്ലത് നമുക്ക്. കാരണം ജയേട്ടൻ്റെ എല്ലാ പാട്ടുകളും, ജയേട്ടൻ്റെ പാട്ടുകളുടെ പ്രത്യേകത, ഇപ്പോൾ ഈ തമിഴിലെ മറ്റേ രാസാത്തി ഒന്നയുടെ കാര്യം പറഞ്ഞു, അതേ ഒരേ ദിവസം പാടിയതാണ് ആ സിനിമയിലെ 3 പാട്ടുകളും ജയേട്ടൻ. ഇൻട്രയ്ക്ക് ഏനിന്ത ആനന്ദമോ എന്ന് പറഞ്ഞിട്ട് വാണിജ്യറാമിൻ്റെ കൂടെയുള്ള ഡുവറ്റ്, കാത്തിരുന്ന് എന്നുള്ള സോളോ, പിന്നെ രാസാത്തി ഒന്നയും ഒറ്റ ദിവസം പാടിയതാണ് ഈ 3 പാട്ടും. ഇത് 3ഉം സൂപ്പർ ഹിറ്റാണ്. ശരിക്കും ഇളയരാജ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, തേനിയിൽ കമ്പം തേനിയിൽ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഓലപ്പുര തിയേറ്ററിൽ ഈ രാസാത്തി ഒന്നെ വരുന്ന സമയത്ത് അവിടുന്ന് കാട്ടിൽ നിന്ന് ആനകൾ വന്നിട്ട് ഇങ്ങനെ തലയാട്ടി ഈ പാട്ട് കേൾക്കുമായിരുന്നു എന്ന് സ്ഥിരമായിട്ട്. ഒരു ദിവസം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ പാട്ട് മൃഗങ്ങളെപ്പോലും ആകർഷിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു രാസാത്തി ഒന്നെ. അത്രയും ഇപ്പോൾ ജയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം മദ്രാസിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് പുള്ളിക്ക് വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല, ഒരു ഓട്ടോറിക്ഷയിലാണ് പോയത്. അവസാനം ആ ഓട്ടോറിക്ഷയിൽ മുഴുവൻ ജയചന്ദ്രൻ്റെ പാട്ടുകളാണ് അദ്ദേഹം വെച്ചുകൊണ്ടിരുന്നത്. വീട്ടിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ പുള്ളിയെ ജയചന്ദ്രൻ ആരാന്നുള്ളത് അറിയില്ല ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക്. അവിടെ ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഈ പാട്ട് പാടിയത് ആരാ? അത് ജയചന്ദ്രൻ താ സാർ, ഞാൻ ரொம்ப അവരോട് രസിക്കാൻ എന്ന് പറഞ്ഞു അത്രേ. നാന്താ അന്ത ജയചന്ദ്രൻ എന്ന് പറഞ്ഞപ്പോൾ പൈസ പോലും വാങ്ങാതെ അദ്ദേഹം പോയ ഒരു കഥയൊക്കെ ജയേട്ടൻ പറയാറുണ്ട്.